ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്നത് മനുഷ്യ സ്ത്രീയാണ്. ആപേക്ഷികമായി അവരുടെ ശരീരത്തോട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഏറ്റവും വലിയ കുട്ടിയെ പ്രസവിക്കുന്നത് മനുഷ്യ സ്ത്രീയാണ്. 250-300 കിലോ വലുപ്പം വരുന്ന കങ്കാരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിന് 3 ഗ്രാമായിരിക്കും തൂക്കം. ഒരു സ്പൂണിൽ കൊള്ളും. നമുക്ക് അത്ഭുതം തോന്നും. കണ്ണിന്റെ സ്ഥാനത്തൊരു ഡോട്ടുണ്ടാകും, ഒരു ചെറിയ കൈപ്പോലത്തെ സാധനം ഉണ്ടാകും. പ്രസവത്തിന്റെ മുന്നോടിയായി അമ്മ കങ്കാരു അതിൻ്റെ ആ റീപ്രൊഡക്ഷൻ മേഖല മുതൽ പ്രത്യേകമായ ആ ബാഗ് വരെയും ഉമനീര് കൊണ്ട് നനച്ചിടും. ഒരു ലൈന് പോലെ, ഒരു പാത പോലെ. പ്രസവിക്കപ്പെടുന്ന കുഞ്ഞു കങ്കാരുക്കുട്ടി ആ ഒരു ലൈനിൽ അള്ളിപ്പിടിച്ച് ബാഗിലേക്ക് എത്തുന്നു. പിന്നീടുള്ള വളർച്ചയൊക്കെ അവിടെയാണ്. പരിണാമപരമായി വിശദീകരിക്കാൻ പറ്റാത്തൊരു അത്ഭുതമാണ് കങ്കാരുവിന്റെ ജന്മം. കൂടുതൽ വിശദീകരിച്ചാൽ നമ്മുടെ സമയം അതിലേക്ക് മാറിപ്പോകുമെന്ന് ഞാൻ ഭയക്കുകയാണ്. വലിയ കുട്ടി ആ ബാഗിലുണ്ടാകും. ആ കുട്ടി ചാടാനും കുതിക്കാനും തല പുറത്തേക്കിടാനും ഒക്കെ പ്രായമായിട്ടുണ്ടാകും. അതേസമയത്ത് തന്നെ ഈ കുഞ്ഞു കങ്കാരുക്കുട്ടി എത്തും. വലിയ കുട്ടിയുടെ പ്രഹരമേറ്റ് കുഞ്ഞു കങ്കാരുക്കുട്ടിക്ക് ജീവനഷ്ടം വരാതിരിക്കാൻ പ്രത്യേകമായൊരു ഡിവൈഡർ വരും. അതിലേറെ വലിയ അത്ഭുതം, കുറെ വലുപ്പം വെച്ച കുട്ടിക്ക് നല്ല ഹാർഡായ പാല് കിട്ടണം. അതിന് അങ്ങനത്തെ ഒരു നിപ്പിളിലൂടെ നല്ല കട്ടിയുള്ള പാല് കിട്ടും. എന്നാൽ 3 ഗ്രാം മാത്രം പ്രായമുള്ള കനമുള്ള ഒരു ചെറിയ സ്പൂണിൽ കൊള്ളുന്ന കുഞ്ഞു കങ്കാരുക്കുട്ടിക്ക് അത്ര സ്ട്രോങ് ആയ കട്ടിയുള്ള പാല് പറ്റൂല. ഒരേ സമയത്ത് ആ കങ്കാരുക്കുട്ടിന്റെ വായയിലേക്ക് ചെറിയ സിറിഞ്ച് പോലത്തെ മുലക്കണ്ണിലൂടെ നിപ്പിളിലൂടെ ഡൈലൂട്ടായ നേർപ്പിച്ച പാലും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഞാൻ പരിണാമ സംബന്ധമായി അത് വിശദീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. നേരെ മറിച്ച് മനുഷ്യക്കുഞ്ഞ് ഏറ്റവും വലിയ കുട്ടിയായിട്ടാണ് ജനിക്കുന്നത്. ഇതൊരു സ്ത്രീ സഹിക്കണമെങ്കിൽ മതം അവർക്ക് വാഗ്ദാനം ചെയ്യുന്ന പരലോകത്ത് വലിയ പുണ്യങ്ങളുണ്ട്. അതൊരു വശം. അതൊന്നും അംഗീകരിക്കാത്ത ആളുകളും പ്രസവത്തിന് തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ലൈംഗിക ബന്ധത്തെ അത്തരം ആമോദജനകമായ ആനന്ദകരമായൊരു സംവിധാനമായി പടച്ചുറബ് ചെയ്തു വെച്ചതുകൊണ്ടാണ്. ഈ ലൈംഗിക ബന്ധത്തെ നിയതമായ രീതിയിൽ സമൂഹം കണക്കാക്കുന്നത് വിവാഹം വഴിയാകുന്നു. അതെല്ലാ സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്. വ്യത്യസ്തങ്ങളായ ആചാരങ്ങളും രീതികളും ഉണ്ടാവും എന്നുള്ളത് കാര്യം. പരിശുദ്ധ ഇസ്ലാം വിവാഹത്തിന് വലിയ മഹത്വം നൽകുന്നു. എന്നല്ല പ്രോത്സാഹനം